ഇന്ന് എയർപോർട്ടിൽ നിന്നാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിന്ന് എയർപോർട്ടിൽ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. ആക്ച്വലി നമ്മുടെ വെക്കേഷന് വേണ്ടിയിട്ട് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ചെന്നൈയിൽ നിന്ന് ഒരാളിന്ന് നാട്ടിലോട്ട് വരുന്നുണ്ട് വെക്കേഷന് വേണ്ടിയിട്ട്, അവരുടെ വെക്കേഷൻ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. സോ ചെന്നൈയിൽ എൻ്റെ ചേട്ടൻ്റെ മോളൊന്ന് വരാണ്, അവൾക്ക് വെക്കേഷനാണ് അവിടെ. സോ അവൾ ഒറ്റയ്ക്കാണ് ഫ്ലൈറ്റിൽ വന്നത്. ആൻഡ് നിങ്ങൾ ഞെട്ടും, ശരിക്കും പറഞ്ഞാൽ അവൾ ഇനി 8th സ്റ്റാൻഡേർഡിലോട്ട് പോവുകയാണ്. ആക്ച്വലി അത്രയ്ക്ക് കുട്ടിയാണ്, ബട്ട് അവൾ തനിച്ചാണ് ഫ്ലൈറ്റിൽ വന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. ലൈക്ക് എൻ്റെ പാരൻസ് എന്തായാലും സമ്മതിക്കില്ല അതിനൊന്നും. ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഞാനൊന്ന് സിറ്റി വരെ പോകണമെങ്കിൽ പോലും ഞാൻ 100 പെർമിഷൻ എടുത്തു, 100 പ്രാവശ്യം എന്നെ വിളിച്ച് ഓക്കെ ആണോ ചോദിച്ചാൽ അവരുടെ പേടി കൊണ്ടാണ്, അവരുടെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ജനറേഷൻ ഗ്യാപ്പും ഒരു റീസൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിയെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരി വെജിറ്റേറിയനാണ്, അതുകൊണ്ട് നമ്മൾ നേരെ ആര്യഭവനിൽ പോയി. അവിടെ പോയി നമ്മൾ പോയ സമയത്തിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ മസാല ദോശ, പൊടി ദോശ അങ്ങനെയൊക്കെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഈ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് കോഫി, ടീ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് 1 വീക്കാണ് പുള്ളിക്കാരി ഉള്ളത്. ആ 1 വീക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിലധികം പ്ലാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോകണ്ട എന്ന് വിചാരിച്ചിരുന്നൊരു മൂവിയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേട്ടൻ ബുക്ക് ചെയ്തു. സോ ഐ തോട്ട് ഓക്കെ പോവാം, അങ്ങനെ പോയി കണ്ടൊരു മൂവിയാണ്. പക്ഷേ ഞാൻ റിവ്യൂ കേട്ട് പോവാണ്ടിരുന്നിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയേനേന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു മൂവിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തു. ദെൻ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഈവനിങ് വീണ്ടും ഇറങ്ങി. അങ്ങനെ മൂവിക്ക് പോയപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് വേറൊരു ഗസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. കൊച്ചൊന്ന് ആദ്യമായിട്ടാട്ടോ മൂവിക്ക് വരുന്നത്. അവൻ ഇതുവരെ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞു പിള്ളേരല്ല, അവർ ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പം കരയും പേടിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇന്ന് അവൻ എന്തൊക്കെ ചെയ്തിട്ടും വീട്ടിൽ നിൽക്കുന്നില്ല. അങ്ങനെ അവനെയും കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 1-2 സ്നാക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ പെപ്സിയുടെ നോ ഷുഗർ കണ്ടപ്പോൾ നോക്കിയതായിരുന്നു. ആക്ച്വലി അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച്, കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് ബാഗിനകത്ത് വെച്ച് സ്നാക്സ് കയറ്റി കഴിഞ്ഞാൽ അവർ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ തിയേറ്റർ എത്തി, ഞങ്ങൾ മൂവിക്ക് കയറി. ആക്ച്വലി ഈ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ, അടിപൊളി മൂവിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നിറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാത്തവരേക്കും ബൈ.